ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, മെയ് 13 തിരുസഭ നമുക്ക് വചനവിചിന്തനത്തിനായി നൽകുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 22 മുതൽ 30 വരെയുള്ള വാക്യങ്ങളാണ്. ജെറുസലേം ദേവാലയത്തിൽ ഹെബ്രായ ഭാഷയിൽ ഹനൂക്ക എന്നറിയപ്പെടുന്ന പ്രതിഷ്ഠ തിരുനാളിന്റെ പശ്ചാത്തലത്തിൽ യേശു ആരാണെന്നതിന് യെസ് ഓർ നോ എന്ന വ്യക്തമായ ഉത്തരം തേടുന്ന യഹൂദരെയും അവർക്ക് ഉത്തരം നൽകുന്ന യേശുനാഥനെയും നാം കാണുന്നു. യേശുനാഥൻ പ്രവർത്തിച്ച അത്ഭുതങ്ങളെല്ലാം അവർ നേരിട്ട് കണ്ടതാണ്. അവൻ്റെ ക്ലാസുകളിൽ അവർ പങ്കെടുത്തിട്ടുമുണ്ട്. അവിടെയെല്ലാം വ്യക്തമായി യേശു പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് താൻ ആരാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ അന്ധനായ ഒരുവനോടും യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ സമരിയാക്കാരിയായ സ്ത്രീയോടും യേശുനാഥൻ കൃത്യമായി പറയുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ നാമത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം നൽകുന്നു എന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 25-ാം വാക്യത്തിലും നാം വായിക്കുന്നു. യേശുനാഥൻ്റെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രബോധനങ്ങളും ഒന്നും പക്ഷേ യഹൂദർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അതുകൊണ്ടാണ് അവർ നേരിട്ട് തന്നെ വന്ന് ചോദിക്കുന്നതും. ഇതിന് കാരണം അവർക്ക് തങ്ങളുടെ രക്ഷകനെക്കുറിച്ചൊരു മുൻവിധി ഉണ്ടായിരുന്നു. തങ്ങളെ സാമൂഹ്യവും രാഷ്ട്രീയവുമായ അടിമത്വങ്ങളിൽ നിന്നും രക്ഷിക്കുന്ന, മോചിപ്പിക്കുന്ന ഒരു രാജാവിനെയാണ് അവർ പ്രതീക്ഷിച്ചിരുന്നത്. അതിനാൽ തന്നെ യേശുനാഥൻ പ്രവർത്തിക്കുന്ന അടയാളങ്ങളിൽ, കാരുണ്യവാനായ ദൈവപിതാവിൻ്റെ കരുണയെ വെളിപ്പെടുത്തുന്ന അടയാളങ്ങളിലും പ്രബോധനങ്ങളിലും അവർ തൃപ്തരാകുന്നില്ല. രണ്ടാമതായി നാം കാണുക, ദൈവസ്വരം കേട്ട്, ആ നല്ല ഇടയൻ്റെ സ്വരം കേട്ട് അവ അനുസരിക്കുന്നവർക്ക് ലഭിക്കുന്ന സമ്മാനങ്ങളെക്കുറിച്ചാണ്. അവർക്ക് നിത്യജീവൻ ലഭിക്കും. അവ നശിച്ചു പോവുകയില്ല. അവയെ ആരും പിടിച്ചെടുക്കുകയുമില്ല. യൂദാദേശത്തുള്ള ആട്ടിടയന്മാരുടെ കയ്യിൽ എന്നും ഉണ്ടായിരുന്ന 3 കാര്യങ്ങളാണ്: ഒരു തോൾസഞ്ചി, ഭക്ഷണം, ഊന്നുവടി, ദണ്ഡ്. സങ്കീർത്തനം 23-ൽ നാം വായിക്കുന്നുണ്ട്, അവൻ്റെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു എന്ന്. ഊന്നുവടി ഇടയന് ഊന്നി നടക്കാൻ സഹായകരമായിരുന്നുവെങ്കിൽ ദണ്ഡ് ഒരു സംരക്ഷണമായിരുന്നു. തൻ്റെ സ്വരം കേട്ട് തന്നെ അനുഗമിക്കുന്ന ആടുകളെ ആക്രമിക്കാൻ വരുന്ന വന്യമൃഗങ്ങൾക്കെതിരെയും പിടിച്ചെടുക്കാൻ വരുന്ന കള്ളന്മാർക്കെതിരെയുമുള്ള ചെറുത്തുനിൽപ്പിനാണ് ദണ്ഡ് ഇടയൻ ഉപയോഗിച്ചിരുന്നത്. യേശുവിലുള്ള നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ നിന്നും നമ്മെ പിന്തിരിപ്പിച്ച് പിടിച്ചെടുക്കാൻ വരുന്നവരെ ഇത്തരത്തിൽ ദൈവം അടിച്ചോടിച്ച് നമ്മെ സംരക്ഷിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും എന്നത് അവിടുത്തെ വാഗ്ദാനമാണ്. ആരംഭത്തിൽ സൂചിപ്പിച്ച ഹാനൂക്ക തിരുനാൾ ഒരു വീണ്ടെടുപ്പിൻ്റെ ഉത്സവമാണ്. മക്കബായരുടെ 1-ാം പുസ്തകത്തിൽ വായിക്കുന്ന യുദ്ധത്തിൽ നശിപ്പിക്കപ്പെട്ട ദേവാലയം പുനർനിർമ്മിച്ച് വിശുദ്ധീകരിക്കുമ്പോൾ വെട്ടുവീഴാത്ത കല്ലുപയോഗിച്ച് ഒരു അൾത്താര പണിയുകയും ചെയ്തപ്പോൾ വീണ്ടും പ്രകാശം തിരികെ വന്നു എന്ന ഒരു ചിന്തയുണ്ട്. ഇങ്ങനെ വീണ്ടെടുക്കപ്പെട്ടതിൻ്റെയും പ്രകാശം തിരികെ വന്നു എന്നതിൻ്റെയും ഓർമ്മ ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് യേശുനാഥൻ ഇക്കാര്യങ്ങളൊക്കെയും നമ്മോട് പറയുക. നമ്മുടെ മുൻവിധികൾ നമുക്ക് മാറ്റിവെക്കാം. പലവിധ സ്വരങ്ങളിൽപ്പെട്ട് നഷ്ടപ്പെട്ടു പോയ നമുക്ക് അവിടുത്തെ സ്വരം കേൾക്കാൻ തയ്യാറാകാം. അങ്ങനെ അവിടുത്തെ വാഗ്ദാനങ്ങൾക്ക് അർഹരായി തീരാം. നമ്മിലും ഒരു ഹനൂക്ക ആചരിക്കപ്പെടട്ടെ. ക്രിസ്തുവിൽ വീണ്ടെടുക്കപ്പെട്ട പ്രകാശം നമ്മിലും നിറയട്ടെ. ആമേൻ.